നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ടാക്സും എക്കണോമിയാണ്. നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എക്കണോമി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ വാങ്ങുന്ന ഓരോ പർച്ചേസിനും നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ സാലറിയിൽ നിന്ന് ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ടാക്സും എക്കണോമി ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ടാക്സ് വർധന ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അത് സർക്കാരിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നു, സർക്കാരിന് എന്തൊക്കെ ഡീമെറിറ്റ്സ് അതുകൊണ്ട് ഉണ്ടാകുന്നു, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മുടെ ടാക്സ് സിസ്റ്റത്തിൽ രണ്ട് തരം ടാക്സ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സും. അപ്പം ഡയറക്റ്റ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് ഗവൺമെൻറ് നമ്മളെടുത്ത് ഇൻകം ടാക്സ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പനി നടത്തുന്ന ആളെടുത്ത് കോർപ്പറേറ്റ് ടാക്സ്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സർക്കാർ പിൻവലിക്കുന്ന ടാക്സിനാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കടയിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊരു ടാക്സ് സർക്കാരിന് കൊടുക്കുന്നുണ്ട്. അത്തരം ടാക്സുകൾക്കാണ് പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഈ ടാക്സ് ചിന്തിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ ടാക്സ് അടയ്ക്കുന്നില്ലല്ലോ, എനിക്ക് അതിനത്ര സാലറി ഇല്ല, ഞാൻ മാസ വരുമാനം വാങ്ങുന്ന ഒരാളല്ല, ടാക്സ് അടയ്ക്കുന്നില്ല. പക്ഷെ അത് നമ്മളെ എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു പെന്നിനും ഒരു പെൻസിലിനും പോലും നമ്മൾ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അത്തരം ടാക്സുകളാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഡയറക്റ്റ് ടാക്സ് അല്ലാതെ പിടിക്കുന്നവരുണ്ട്. നമ്മളിപ്പം സാലറി വാങ്ങുന്ന ആൾക്കാർക്ക് ഇത്ര പെർസെൻറ്റേജിന്റെ മുകളിൽ സാലറി ഉണ്ട്, സാലറിയിൽ നിന്ന് അവരുടെ ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സ്റ്റാഫ് ആണെങ്കിലും പ്രൈവറ്റ് എംപ്ലോയീസ് ആണെങ്കിലും ആരെടുത്താണെങ്കിലും അവരുടെ ആനുവൽ ഇൻകത്തിന്റെ തോതനുസരിച്ച് ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട്. അത്തരം ടാക്സുകളാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരാൾ ഒരു കമ്പനി തുടങ്ങി, അയാൾക്ക് കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കണം. അങ്ങനെയുള്ള ടാക്സുകളാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. അല്ലാതെ നമ്മൾ ഓരോ പർച്ചേസിനും ഓരോ സാധാരണക്കാരനും ടാക്സ് അടയ്ക്കുന്നുണ്ട്. അത്തരം ടാക്സുകളാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്, ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരാളല്ല. അപ്പം പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റ് ടാക്സിനെക്കാട്ടും 5% കൂടുതലാണ് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് പോകുന്നത്. അതായത് ഒരാളെടുത്ത് നിന്ന് ഇൻകം ടാക്സോ കോർപ്പറേറ്റ് ടാക്സോ ആയിട്ട് പിടിക്കുന്നതിനേക്കാളും 5% കൂടുതലാണ് ഈ ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ GST എന്ന പേരിൽ ഗവൺമെന്റിന് അടയ്ക്കുന്ന ടാക്സ്. നമ്മൾ GST ആയിട്ടും ഓരോ പർച്ചേസിനും അടയ്ക്കുന്ന ടാക്സ് ആണ് ഇന്ത്യൻ എക്കണോമിയുടെ 35%. 30% മാത്രമാണ് ഈ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ആയിട്ട് വരുന്നത്. പിന്നെ ഒരു 10% സെയിൽസ് ടാക്സ് ആയിട്ട് വരുന്നത്. ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും കൂടി കൂടിയാണ് നമ്മുടെ സമ്പദ്ഘടനയുടെ പ്രധാനമായിട്ടുള്ള ടാക്സ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ എല്ലാ ന്യൂസിലും കാണാറുണ്ട്, നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എന്നാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, സർക്കാർ ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത്, പാലം, റോഡ്, ഇങ്ങനെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ടാക്സ് എന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സാലറിഡ് പേഴ്സൺ മാത്രമല്ല ഇന്ത്യൻ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. നമ്മൾ ഓരോ പൗരന്മാരും പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും ഇന്ത്യൻ എക്കണോമിയെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്കിനി ടാക്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മുടെ ഇന്ത്യയിൽ മാക്സിമം ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്, 30. പക്ഷേ ഒരു കാലത്ത്, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ സാമ്പത്തിക വളരെ മോശമായ സമയത്ത് 93% വരെ ടാക്സ് ഈടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗവൺമെന്റ് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, സമ്പന്നരെടുത്തും അതിസമ്പന്നരെടുത്തും കൂടുതൽ പണം ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് അത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ബൂസ്റ്റ് ചെയ്യാനും അതേപോലെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഉപയോഗിക്കാമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷേ അതൊരു ഫ്ലോപ്പ് ആയിട്ടാണ് വന്നത്. കാരണം അത്രയും ഹ്യൂജ് 93% എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിൽ ടാക്സിന്റെ സ്ലാബ് വന്നപ്പോൾ പലരും ഇല്ലീഗൽ ബിസിനസ്സിലേക്കും ഇല്ലീഗലായിട്ട് ടാക്സ് വെട്ടിക്കാനുള്ള നോക്കി. അതായത് ഇപ്പൊ സപ്പോസ് ഞാൻ അന്നൊരു റിച്ച് മാൻ ആണ്, അപ്പൊ എനിക്ക് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്യണം. അപ്പൊ ഞാൻ ആ പ്രോപ്പർട്ടിക്ക് 93% ടാക്സ് കൊടുക്കണം. പക്ഷേ അത് വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ഒരേപോലെ ആ ടാക്സ് ബാധകമാണ്. അപ്പം ആരായാലും ചിന്തിക്കണ്ട, ഞാനൊരു കുറഞ്ഞ പൈസയ്ക്ക് അത് പർച്ചേസ് ചെയ്യുക, അത് ചെറിയ എമൗണ്ട് കാണിച്ചിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ഗവൺമെന്റ് ഉദ്ദേശിച്ച ആ ഒരു ബെനിഫിറ്റ് അന്ന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ടാക്സ് അവർ വെച്ചത് അത്രയും ടാക്സ് കളക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. പക്ഷെ അതവിടെ എങ്ങനെ ഫെയിൽ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ബ്ലാക്ക് മാർക്കറ്റിന്റെ സാധ്യതകൾ തുറന്നു വരികയായിരുന്നു. ബ്ലാക്ക് മണി, ഹവാല, ഈ ഇത്തരം ബിസിനസ്സുകൾക്ക് ഒരു ബൂസ്റ്റ് ആവുകയായിരുന്നു. കാരണം ആരും അത്രയും ഹൈ എമൗണ്ട് ടാക്സ് പേ ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ സർക്കാരിന് വലിയൊരു തിരിച്ചടി. അതുകൊണ്ടാണ് ഗ്രാജുവലി ഈ ടാക്സ് ലെവൽ കുറഞ്ഞു വന്നത്. പക്ഷെ ഇപ്പം നമ്മളെ മാക്സിമം ടാക്സ് ലെവൽ വന്നത് 30% ആണ്.
അന്ന് 93% ഉള്ള സമയത്ത് ചെയ്തതിന്റെ ചെറിയൊരു വേർഷൻ ഇന്ന് നടക്കുന്നുണ്ട്. ചെറിയ വേർഷൻ അല്ല, വലിയ വേർഷൻസ് നടക്കുന്നുണ്ട്. ഹവാല, ബ്ലാക്ക് മാർക്കറ്റ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണക്കാർ പോലും ടാക്സിനെ ചീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് GST ബില്ല് ഇല്ലാതെ നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ കടക്കാരനും നമ്മളും ടാക്സ് പേ ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ അറിയാം 30% മാക്സിമം ടാക്സ് ലാബുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ 93% ടാക്സ് ലാബുള്ള സമയത്ത് ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാന്ന്. അപ്പം അന്നത്തെ സർക്കാർ അത്ര ഹൈ ടാക്സ് എന്ന ഒരു സിറ്റുവേഷൻ വെച്ചത് അതൊരു ഫ്ലോപ്പായി മാറുകയായിരുന്നു. അതുകൊണ്ടായിരുന്നു അമേരിക്ക പോലുള്ള കൺട്രീസിൽ ആ സമയത്ത് ടാക്സ് ലാബ് 25% വരെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് രാജ്യത്തിന്റെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി അതിനൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കണം നമ്മുടെ രാജ്യവും ടാക്സ് ലാബ് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പൊ 30% വരുത്തി നിൽക്കുന്നത്. സ്റ്റിൽ ഈ 30% എടുക്കുന്ന സമയത്തും നമുക്കറിയാം രാജ്യത്ത് ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ റേറ്റ് കൂടി വരുന്ന സിറ്റുവേഷൻ. ഇത് ഈ ടാക്സ് ലാബിന്റെ ഒരൊറ്റ സിറ്റുവേഷൻ കൊണ്ടാണ്. ഇമ്പോർട്ടഡ് ഡ്യൂട്ടി നമ്മുടെ രാജ്യത്ത് ഇത്രയും കൂട്ടിക്കൊണ്ട് മാത്രമാണ് ഇന്നും ഡെയിലി കിലോ കണക്കിന് സ്വർണ്ണമാണ് നമ്മുടെ രാജ്യത്തെ ഓരോ എയർപോർട്ടുകളിൽ നിന്നും പിടിക്കുന്നത്. നമ്മൾ ഡെയിലി പത്രങ്ങളിൽ കാണുന്നതാണ് രാജ്യത്തെ ഓരോ എയർപോർട്ടുകളിൽ നിന്നും സ്വർണം പിടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ 2020 മുതൽ 24 വരെയുള്ള ഒരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഈ ഗോൾഡ് സീസ് ചെയ്യുന്ന എമൗണ്ടിൽ ഗ്രാസ് ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുന്നതിനാണ്. നമുക്കറിയാം ദുബായ് പോലെ രാജ്യങ്ങൾ ടാക്സ് ഫ്രീ ആയ രാജ്യങ്ങളാണ്. അവിടുന്ന് ഗോൾഡ് ഇവിടേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരേണ്ടതാണ്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ഗോൾഡ് സ്മഗ്ലിങ്ങിന് അത്രയൊരു ചാൻസ് കാണുന്നത്. സോ മാക്സിമം 30% ടാക്സ് ലാബ് ഉള്ള ഈ സിറ്റുവേഷനിൽ പോലും നമുക്കറിയാം ഇമ്പോർട്ട് ഡ്യൂട്ടി ഒരുപാട് കൂടുതലാണ് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി നമ്മുടെ പേപ്പറിൽ കാണാറുണ്ട് ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു 4 വർഷത്തെ കണക്കെടുത്താൽ 4-5 വർഷത്തെ 2020 മുതൽ 24% വരെയുള്ള കണക്കെടുത്താൽ ഇന്ത്യയിലെ മേജർ കേരള, തമിഴ്നാട്, ഡൽഹി, കർണാടക എയർപോർട്ടിൽ നിന്നും സീസ് ചെയ്ത ഗോൾഡിന്റെ കണക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് അത് തന്നെ ക്ലിയർലി വിസിബിൾ ആണ്. 2020, 22, 23 കാലഘട്ടത്തിൽ എത്രയാണ് അതിലെ ഹൈക്ക് ഉണ്ടായിട്ടുള്ളത്. നമുക്കിപ്പം 2024 പകുതിയായിട്ടേ ഉള്ളൂ. 2020 ഹോൾ കളക്ട് ചെയ്ത് സീസ് ചെയ്ത ഗോൾഡിനെക്കാട്ടും കൂടുതലാണ് ഇപ്പൊ പ്രസന്റ് ഈ 6 മന്ത്സിൽ 2024 നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ ഈ ടാക്സ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇത്രയും കൂടുതലുള്ള കാരണം കൊണ്ടാണ് ഈ ഗോൾഡ് സ്മഗ്ലിംഗ്, ഹവാല, ബ്ലാക്ക് മണി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇത്രയും ഇംപ്രൂവ് ആവുന്നത്. ഓക്കെ, സോ നമുക്കിനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കിൽ സംസാരിക്കാം. ദാറ്റ് ഈസ് ഡബ്ബ ട്രേഡിംഗ് ഓർ ബോക്സ് ട്രേഡിംഗ്. നമ്മൾ സാധാരണ ട്രേഡിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ NSE അല്ലെങ്കിൽ BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യും, നമുക്കത് സെല് ചെയ്യാം. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്ത്, സ്വിംഗ് ട്രേഡ് ചെയ്ത്, അതുപോലെ പലതരം ട്രേഡിങ് നമ്മുടെ ഗവൺമെന്റ് അംഗീകൃത ടാക്സ് നടക്കുന്നുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ ഇതേ ടാക്സ് സിസ്റ്റത്തിനെ ബെനിഫൈ ചെയ്ത് ഇതേ സ്റ്റോക്ക് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബ്ലാക്ക് മാർക്കറ്റിൽ വേറൊരു സ്റ്റോക്ക് മാർക്കറ്റ് നടക്കുന്നുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിൽ നടക്കുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റാണ് ഡബ്ബ ട്രേഡിംഗ് അഥവാ ബോക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ ബോക്സ് ട്രേഡിംഗ് ടാക്സുമായിട്ട് ബന്ധപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തെ 93% ഓഫ് ട്രേഡേഴ്സും ലോസിലാണ്. ഈവൺ ദോ 7% പ്രോഫിറ്റബിൾ ആണെങ്കിലും അവരിൽ നിന്നും പ്രോഫിറ്റ് ആയവരിടത്തു നിന്നും ലോസ് ആയവരിടത്തു നിന്നും ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ എമൗണ്ട് കേൾക്കുമ്പോഴാണ് ഈ ഡബ്ബ ട്രേഡിങ്ങും ബോക്സ് ട്രേഡിങ്ങും എങ്ങനെയാണ് ഈ എക്കണോമിയിൽ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടാം. നമുക്കറിയാം മെയിനായിട്ട് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ടോപ്പ് 5 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് കളക്ട് ചെയ്യുന്ന പ്രോഫിറ്റിനെക്കാട്ടും ഒരുപാട് കൂടുതലാണ് നമ്മുടെ ഗവൺമെന്റ് ട്രേഡേഴ്സിൻ്റെ അടുത്ത് പിടിക്കുന്ന ടാക്സ്. കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 15,000 കോടി രൂപയാണ് ഇന്ത്യയിലെ ടോപ്പ് 5 ബ്രോക്കേഴ്സ് കളക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എങ്കിൽ ഇന്ത്യൻ സർക്കാർ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്
25,000 കോടി രൂപയാണ്. അത് ഒരു പ്രോഫിറ്റബിൾ ആയ ട്രേഡറുടെ നിന്ന് മാത്രമല്ല, നമുക്കൊരു ട്രേഡിങ് ലോസ് വന്നാലും അതിനും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു നോർമൽ പേഴ്സൺ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ, ആ ട്രേഡ് സെല്ല് ചെയ്ത് ബൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ അയാൾ അടയ്ക്കേണ്ട ചാർജസ് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് നമ്മളൊരു ബ്രോക്കറേജ് അടയ്ക്കണം. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത സ്റ്റോക്കിന് നമ്മൾ ട്രാൻസാക്ഷൻ ചാർജ് അടയ്ക്കണം. അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം. ഇതിനൊക്കെ കൂടാതെ ഇതിനൊക്കെ നമ്മൾ GSTയും പേ ചെയ്യണം. ഇത്രയും പേയ്മെൻറ്റ് ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലോസ് ആയാലും പ്രോഫിറ്റബിൾ ആയാലും കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ടോപ്പ് 5 ഇന്ത്യയിലെ ബ്രോക്കറേജ് കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെക്കാട്ടും കൂടുതലാണ് ഒരു സർക്കാർ ഒരു ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ടോട്ടൽ ടാക്സിന് എമൗണ്ട്. ഇവിടെയാണ് ഡബ്ബ ട്രേഡിംഗ് എന്ന സിസ്റ്റം വരുന്നത്. അപ്പം ഇപ്പോൾ സപ്പോസ് ഒരു ട്രേഡർ ഒരു നാഷണൽ എക്സ്ചേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത് പോലെ, നമ്മളൊരു ബ്രോക്കറെ കണ്ടെത്തുന്നത് പോലെ, ഇവരെന്ത് ചെയ്യും? ബ്ലാക്ക് മാർക്കറ്റിൽ ഡബ്ബ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരെ ഒരു ഏജന്റിനെ കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ല, യാതൊരു എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് സെക്യൂരിറ്റി, അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ റിസ്ക് എടുക്കുകയാണ്, ഗാംബ്ലിംഗ്, പ്യുവർ ഗാംബ്ലിംഗ്. അത് തന്നെയാണ് ഡബ്ബ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് ഈ ഡബ്ബ ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിൻ്റെ വില 1025 രൂപയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്രോക്കറേജിൻ്റെ അടുത്ത് നിന്ന് നമ്മളെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ആ പൈസയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് ബൈ ചെയ്യും അല്ലെങ്കിൽ സെല്ല് ചെയ്യും. അതിനനുസരിച്ച് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അത് ചെയ്ത് ക്ലോസ് ചെയ്യും. പക്ഷേ ഡബ്ബ ട്രേഡിങ്ങിലേക്ക് ഇത് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും നമ്മളെ കയ്യിലുള്ള ക്യാഷ് വെച്ചല്ല ചെയ്യുന്നത്. ഹവാല മണി അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിൽ ഡബ്ബ ട്രേഡിങ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് ഈ ഡബ്ബ ട്രേഡിങ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില 1025 രൂപയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ ഡബ്ബ ട്രേഡിങ് ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബ്രോക്കറിനടുത്ത്, അതായത് ബ്ലാക്ക് മാർക്കറ്റിലെ ബ്രോക്കറിനടുത്ത് പറയും, ഇന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില 125 നിന്ന് 130 135 വരണേക്കാം എന്ന് ഞാൻ ഗസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട എമൗണ്ടിൻ്റെ അതേ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണോ പ്രോഫിറ്റ് വരിക ആ രീതിയിൽ ആ എമൗണ്ട് നമ്മൾ ബ്രോക്കർ തിരിച്ചു തരും. അവിടെ നമ്മൾ ആ ഏജന്റിന് ചെറിയൊരു ശതമാനം ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. നമ്മളവിടെ ടാക്സ് അടയ്ക്കുന്നില്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്നില്ല, അങ്ങനെ യാതൊരു ചാർജസ് നമ്മൾ അടയ്ക്കുന്നില്ല. നമ്മളവിടെ പ്രോഫിറ്റബിളായി മാറാണ്. ഇവിടെയാണ് ഡബ്ബ ട്രേഡിങ് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. കാരണം അവിടെ ഒരു നോർമൽ ട്രേഡർക്ക് പ്രോഫിറ്റാണ് കൂടുതൽ കിട്ടുന്നത്, ടാക്സ് അടയ്ക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് പ്രോഫിറ്റ് കളിക്കുക. പക്ഷെ ഇത് പ്യുവർ ഗാംബ്ലിംഗ് ആണ്. നമ്മൾ ലോട്ടറി എടുക്കുന്ന പരിപാടി തന്നെയാണ് നമ്മൾ ഈ ഡബ്ബ ട്രേഡിങ് ചെയ്യുന്നത്. പക്ഷേ അവിടെയും പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിൽ ഡബ്ബ ട്രേഡിംഗ് തന്നെ നിൽക്കുന്നത്. സോ നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മളെ ഹൈ ടാക്സ് ആയ അല്ലെങ്കിൽ 30% ടാക്സ് ഉള്ള സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മൾ സപ്പോസ് ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് 0% ടാക്സ് ആണ്, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷെ നമ്മൾ ചിന്തിക്കുക. അപ്പം നമുക്ക് അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ 0 ടാക്സ് ആണ്. അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു? രാജ്യത്തെ ആൾക്കാരെ നിന്ന് ടാക്സ് വാങ്ങാതെ, അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാതെ അവിടുത്തെ രാജ്യത്ത് എങ്ങനെയാണ് എക്കണോമി മുന്നോട്ട് പോകുന്നത്? നമുക്കറിയാം, ഗൾഫ് പോലുള്ള കൺട്രീസിലൊക്കെ ഓയിൽ അവർക്കൊരു എന്താ പറയുക, ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് രാജ്യത്തിന്. ഓയിൽ പോലുള്ള വലിയൊരു സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് കൊണ്ടാണ് ആ രാജ്യത്തൊക്കെ 0 ടാക്സ് എന്ന ബെനിഫിറ്റ് കിട്ടുന്നത്. ഇനി മറ്റു ചില രാജ്യങ്ങളും 0 ടാക്സ് ഉള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ലിവിങ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പോലെ ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് നമ്മൾ ഓരോ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ രാജ്യത്തിന് ടാക്സ് കൊടുക്കുന്ന അതേ സിറ്റുവേഷനാണ്. പക്ഷെ അവിടെ
ഇൻകം ടാക്സ് 0 ആയിരിക്കും, പക്ഷെ അവിടെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് ഒരുപാട് പേ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം കോസ്റ്റ് ഓഫ് ലിവിങ് അത്രയും കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പറ്റില്ല. 0 ടാക്സ് എന്ന സിറ്റുവേഷനിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. കാരണം ലിവിങ് കോസ്റ്റ് അത്രയും കൂട്ടാന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അതേപോലെ നമ്മുടെ രാജ്യത്തിന് ഒരു സോഴ്സ് ഓഫ് ഇൻകം, ഓയിൽ പോലുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് 0 ടാക്സ് എന്ന സിറ്റുവേഷൻ എന്തായാലും വരാൻ പോകുന്നില്ല. പക്ഷെ ഇനി നെക്സ്റ്റ് ബഡ്ജറ്റിൽ ടാക്സിൽ ഒരുപാട് ചേഞ്ച് വരാൻ പോകുന്നുണ്ട് എന്ന് ന്യൂസ് വരുന്നുണ്ട്. അപ്പം ഈ ബഡ്ജറ്റുകളിൽ ഒരുപാട് റൂമേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻകം ടാക്സിന്റെ സ്ലാബിൽ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, FNO ട്രേഡേഴ്സിന്റെ ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ പോവാണെന്ന്, ക്രിപ്റ്റോയുടെ ട്രാൻസാക്ഷൻ ചാർജസിന്റെ ചേഞ്ചസ് വരാൻ പോവാണെന്ന്, അതുപോലുള്ള ഒരുപാട് ന്യൂസുകളുടെ റൂമേഴ്സ് ഇപ്പം പല സ്ഥലത്തുനിന്ന് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലായിരിക്കും ഈ മാസത്തെ ബഡ്ജറ്റ് അവതരണം ഉണ്ടാവുക. സോ ആ ബഡ്ജറ്റിനെ ഹോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ജയ് ഹിന്ദ്.